തൊപ്പി ഷമീർ MRC ഗ്യാങ്ങിൻ്റെ ലൂപ്പ് സംഗതിയൊക്കെ കഴിഞ്ഞോ ചേട്ടാന്ന് വെച്ചിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഒളിവിൽ പോയ ഷമീർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. തൊപ്പി എവിടെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഒളിവിലെ ഷമീറിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു സൈഡിൽ അതിങ്ങനെ അവൻ്റെതായ രീതിയിൽ അവൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പാണ് അവൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് അവൻ ഇതിനിടയിലൊരു വ്ളോഗിൽ ജാസിനെയും കൂട്ടിപ്പോയി ടെസ്റ്റിന് കൊടുത്തിരുന്നു. അവൻ്റെ യൂറിൻ ടെസ്റ്റ് എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ പിന്നെ പോലീസ് കേസും വിഷയമൊക്കെ ആയി FIR ഇട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ മുടിയോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് മൂത്രം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാന്നുള്ള പരിപാടിയേ ഉള്ളൂ. ബാക്കിയുള്ളവരെ അറിയിക്കണ്ടേ, ബോധിപ്പിക്കണ്ടേ എന്നുള്ള രീതിക്ക്. എന്തായാലും ഷമീർ അങ്ങനത്തെ ഒരു പരിപാടി ഓൾറെഡി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നാൽ കാണിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നു, ഷമീർ കാണിച്ചു. ഓക്കെ, കാണിച്ചതിൻ്റെ കൂട്ടത്തിൽ ഷമീർ 1-2 കാര്യം കൂടി പറഞ്ഞു. അത് ആദ്യം വയ്ക്കാം. അപ്പോൾ അരിയണ്ണന് മിക്കവാറും ഒരു കണ്ടന്റ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അരിയണ്ണൻ BMW ഷോറൂമിലെല്ലാം പോയി വണ്ടിയൊക്കെ നോക്കി അഡ്വാൻസ് ഒക്കെ കൊടുത്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരുവിധം അഡ്വാൻസ് ഒക്കെ പകുതി പൈസ കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അരിയണ്ണ ഇത് എന്തായാലും നിങ്ങൾ റിയാക്ട് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ, കാണാം ഗൈസ്. ബൈ, ലവ് യു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഷമീറെ. ഞാൻ റിയാക്ട് ചെയ്യും. റിയാക്ഷൻ അല്ല, ഐ ഹാവ് സം ഡൗട്ട്സ്. എനിക്കൊരു സംശയങ്ങളാണ്. ഷമീർ എനിക്ക് തീർത്ത് തന്നാൽ അത്രയും നല്ലത്. ഓക്കെ, ഷമീറിനെ തീർക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ. പിന്നെ BMW കഥ, BMW ഒക്കെ ഞാൻ ഒഴിവാക്കി ഷമീർ. എനിക്കിപ്പോൾ BM ഇല്ല എൻ്റെ കയ്യിൽ. ഉണ്ടായിരുന്ന BM കൊടുത്തിട്ടാണ് ഞാനൊരു മെർസിഡീസ് ബെൻസ് എടുത്തത്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടൻറ്റൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു റേഞ്ച് റോവർ എടുക്കാം. അപ്പോൾ നിങ്ങളൊന്നും ജയിലിലല്ല, നിങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ട്, നിങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാറിൽ കയറ്റി റൗണ്ട് അടിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാനതൊന്നും ചെയ്യില്ല. കാരണം നിങ്ങൾ ആദ്യം ഒന്ന് മര്യാദയ്ക്ക് എല്ലാവരും ഒന്ന് ജീവിക്കാൻ പഠിക്കും. വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങളെ മുന്നിൽ കൂടി 2 റൗണ്ട് അടിച്ച് ഞാൻ പോണത് നിങ്ങൾ നോക്കിയെന്നുണ്ട്. ഓക്കെ, അല്ല ഈ BMW കഥ പറഞ്ഞപ്പോഴേ ഓക്കെ. എന്തായാലും അരി മേടിക്കണടാ, അത് കണക്കും എനിക്കൊക്കെ അരി വാങ്ങണ്ടേ. ബേസിക്കലി നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതിനാണ്. ഞാനിതിനാണ്, നിങ്ങളിനി ഇതിനാണോന്നൊന്നും അറിയാൻ പാടില്ല എനിക്ക്. അതൊക്കെ നിങ്ങൾ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്നു, നിങ്ങൾ റിപ്പോർട്ട് കൊണ്ടുപോയി പുറത്തിടുന്നു. അങ്ങനെ നിങ്ങളാണ് ആ സാധനങ്ങൾ തമ്മിൽ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷമീറായിട്ട് പുറത്ത് വിട്ട ആ ഒരു പെർട്ടിക്കുലർ ലാബ് റിപ്പോർട്ടിൻ്റെ വീഡിയോ 1 by 1 ആയിട്ട് ഞാൻ പ്ലേ ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ പ്ലസ് എൻ്റെ സംശയങ്ങൾ, അതിനാവശ്യമായ പ്രൂഫുകൾ ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കാത്തിരുന്നു എന്ന് പറയാൻ പറ്റൂല. ഞാൻ കാത്തിരുന്ന ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കുറേ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. ആരാ നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആയിരിക്കും അറിയില്ല. അവരൊക്കെ ഏതോ കുന്നിൻ്റെയോ മലൻ്റെയോ മുകളിൽ പോയി ഒളിച്ച് നിൽക്കായിരിക്കും. ഓക്കെ, അപ്പോൾ തൊപ്പിയാണ് ഓപ്പൺ ചാലഞ്ച് വെച്ചത്. തൊപ്പി കുന്നിൻ്റെയോ മലയുടെയോ മുകളിൽ. ഇവനറിയാം ഇതേപോലെ ചലഞ്ച് ഇട്ടാലോ അല്ലെങ്കിൽ ഇതേപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ തൊപ്പി എവിടെ പോയാണ് ഒളിക്കാറ് എന്നുള്ളത്. അല്ലാതെ അപ്പോൾ കുന്നും മലയിൽ നിന്ന് സ്പെസിഫിക് ചെയ്ത് പറയില്ലല്ലോ. തൊപ്പിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ മതി. ഒളിച്ചോടിയോ പേടിച്ചു പോയോ എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ കുന്നും മലയും ഷമീർ പറയണമെന്നുണ്ടെങ്കിൽ ഷമീറിന് ആ സ്ഥലങ്ങൾ വൃത്തിയായിട്ട് അറിയാം. ഇതിന് മുമ്പും കേസ് വന്ന സമയത്ത് ഓടിപ്പോയ സ്ഥലങ്ങൾ അങ്ങനത്തെ വല്ല കുന്നും മലയൊക്കെ ആവുമല്ലോ. അപ്പോൾ പോയി നിന്ന സ്ഥലങ്ങളൊക്കെ അറിയുമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാവും കുന്നും മല റെഫറൻസൊക്കെ ഇട്ടിട്ട് പറഞ്ഞത്. ഈ തൊപ്പീനെ വിട്. തൊപ്പി എന്താണെങ്കിലും ഇപ്പോൾ വരുന്നില്ല. വരുമ്പോഴല്ലേ ഓൻ്റെ എതിരെ എന്തായാലും FIR വീണ് കേസുമായിട്ടുണ്ട്. ഞാൻ അൻഷാൻ്റെ ആ സീനിൽ FIR വീഴുകയാണെങ്കിൽ എൻ്റെ പേരിലും ആവും. അപ്പോൾ രണ്ടാളെ പേരിലും ഓരോ FIR വീഴും. അപ്പോൾ എന്താണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേരിലില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഈ ഒളിവിലല്ലേ. ഓക്കെ, ബാക്കിയാണ്. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് കിട്ടി. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത്
ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജൻറ്റോ വാട്ടെവർ നിങ്ങൾ ആരെയാണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ലല്ലോ. ഓക്കെ, ഗവൺമെന്റ് ഓതറൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ ലാബിന്റെ കാര്യങ്ങളൊക്കെ നീ പറയുന്നുണ്ട്. ഞാനത് വെരിഫൈ ചെയ്തു, ക്രെഡിബിലിറ്റി ഉള്ള ഒരു ലാബാണ്. നീ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം, സീക്രട്ട് ഏജന്റിനോ വേറെ ആർക്കും വേണമെങ്കിൽ. കുറച്ച് നാട്ടുകാർ ഷമീറിനോട് പോയിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒറിജിനൽ അവിടുന്ന് കിട്ടിയ ബൈ ഹാൻഡ് കിട്ടിയ ആ കോപ്പി, ഓക്കെ, ആ ഹാർഡ് കോപ്പി ആ കവറിലിട്ട് അവരുടെ ആ ഒരു കോപ്പി അവിടുന്ന് അവൻ ബൈ ഹാൻഡ് വാങ്ങിയ ആ ഒരു സാധനം അതെനിക്കൊന്ന് വന്ന് മലപ്പുറം വന്ന് നീ ഒളിവിൽ വന്നാൽ മതി, ഒളിച്ച് വന്നാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒളിവിലേക്ക് വരാം, എന്നിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ വെരിഫൈ ചെയ്യാം. നമുക്ക് ഒളിവിൽ മതി, ഒന്നും വെളിച്ചത്തിൽ വേണ്ട, ഒളിവിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒളിവിലാണെങ്കിൽ ആ ഒരു ഒളിവ് സെറ്റപ്പിൽ നമുക്കിത് കണ്ടിട്ട് ഞാനത് എനിക്ക് വെരിഫൈ ചെയ്യണം. ഷമീറെ, സംശയം ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യണം എന്നല്ല പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, അപ്പോൾ എനിക്കത് വെരിഫൈ ചെയ്യണം. ഷമീർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഷമീറിന് വേണമെങ്കിൽ എൻ്റെ നമ്പർ അയച്ചു തരാം, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID അയച്ചു തരാം, അല്ലെങ്കിൽ ഞാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എവിടെയാണോ ഒളിവിലെ ആ ഒരു പരിപാടി ഉള്ളത് അതിലേക്ക് ഞാൻ ഒളിച്ച് തന്നെ വരാം, എന്നിട്ട് നേരിട്ട് കണ്ടിട്ട് എനിക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ ഷമീർ തരാൻ പറ്റൂ. ആൻഡ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞൊരു കേസുണ്ട്. ആ ലാബിൽ നിന്ന്, ഗവൺമെൻറ് വെരിഫൈഡ് ലാബിൽ നിന്ന് ഷമീറിന് ഇതൊരു ഹാർഡ് കോപ്പി ആയിട്ട് കവറിലിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നോട്ട് ദാറ്റ്, അത് നിങ്ങൾ കൃത്യം നോട്ട് ചെയ്യണം. ആൻഡ് ഷമീർ അതിൽ നിന്നൊരു കോപ്പി എടുത്തിട്ടാണ് ഫയലിനകത്ത് വെച്ചിട്ടുള്ളത്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം, ഈ 2 കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആസ് പെർ മൈ നോളേജ്, ഞാനിപ്പോൾ ഒരു 2 ദിവസമായിട്ട് ഇത് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു PDF കോപ്പി കിട്ടും വാട്സാപ്പിൽ, നിങ്ങൾക്ക് ഹാർഡ് കോപ്പി കയ്യിലും കിട്ടും. ഹാർഡ് കോപ്പി കയ്യിൽ കിട്ടിയതിന് മുകളിൽ വാട്ടർമാർക്ക് കാണും. ഓക്കെ, വാട്ടർമാർക്ക് കാണും, അതിനുള്ള പ്രൂഫുകളൊക്കെ ഞാൻ വെച്ച് തരാം. അതല്ലാതെ നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടിയ ഒരു ഫയലിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാട്ടർമാർക്ക് കാണില്ല. ഓക്കെ, ഷമീർ ഇവിടെ പറഞ്ഞത് ഷമീർ ഈ കയ്യിലിരിക്കുന്ന ഹാർഡ് കോപ്പിയിൽ നിന്ന് ഇങ്ങോട്ട് എന്തെടുത്തു, ഫോട്ടോസ്റ്റാറ്റ് എടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്തു വെച്ചു എന്നാണ്. ഹാർഡ് കോപ്പി കയ്യിലുണ്ട്, ആർക്ക് വേണേൽ കാണിച്ചു തരാം, എനിക്ക് കാണണം. സീക്രട്ട് ഏജൻറ്റിന് ഈ തന്നെ പറഞ്ഞാണല്ലോ, അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാർ പോയിട്ട് കമൻറ്റ് ഇടും എൻ്റെ അടുത്ത വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും വീഡിയോയ്ക്ക്, എന്നിട്ട് ഈ സാധനം എനിക്ക് കാണിച്ചു തരാൻ പറയാം, ഞാൻ ഒളിച്ചു പോയി കണ്ടുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു ടെസ്റ്റിന് പോയി ലാബ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ വന്ന ആ PDF നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിന് ലാസ്റ്റ് 4 ഡിജിറ്റ് അടിച്ചു കൊടുത്താൽ ഇത് ഓപ്പൺ ആവുള്ളൂ. പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഈ സാധനം, അത്രയും കോൺഫിഡൻഷ്യൽ. അത് നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അതിൻ്റെ റിസൾട്ട് തന്നാലടക്കം തരുമ്പോഴടക്കം അവരത് കീപ്പ് ചെയ്യും. അത് അവരുടെ എത്തിക്സാണ്, അവരുടെ പ്രോട്ടോക്കോളാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഷമീർ അടുത്തൊരു വീഡിയോയിൽ നിൻ്റെ വാട്സാപ്പിലേക്ക് ഈ പറഞ്ഞ ലാബിൻ്റെ നമ്പറിൽ നിന്ന്, ലാബിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് നിനക്ക് വന്ന നിൻ്റെ വാട്സാപ്പിലെ PDF ഫയൽ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിനക്ക് ഹാർഡ് കോപ്പി കയ്യിൽ കിട്ടിയ ആ ഫയൽ, ആ ഒറിജിനൽ സാധനം അതെനിക്ക് കാണിച്ചു തരണം. അത് നീ എവിടെ വന്ന് കാണാനും ഞാൻ റെഡിയാണ്. ഓക്കെ, എവിടെ വന്ന് കാണാനും ഞാൻ റെഡിയാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇത്രയും കാലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹാർഡ് കോപ്പിയിൽ കയ്യിൽ കിട്ടുന്ന രേഖയിൽ പേപ്പറിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. ആ ഒരു ലാബിൻ്റെ ഇപ്പുറത്ത് PDF ആയിട്ട് കിട്ടുന്നതിൽ വാട്ടർമാർക്ക് കാണില്ല. നോട്ട് ദാറ്റ്. ഇവൻ പറഞ്ഞതിപ്പോൾ ഈ ഹാർഡ് കോപ്പിയിൽ നിന്ന് ഇവൻ എന്തെടുത്തു, കോപ്പി എടുത്ത് കയ്യിൽ വേറെ ഫയലിൽ വെച്ചു എന്നാണ്. മൂവ് ഓൺ, അടുത്തേക്ക്. ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. ഓക്കെ, ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഇമെയിലായിട്ടോ ഇനി PDF ആയിട്ടോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്കിത് അയച്ചു തരാം. ഓക്കെ ഓക്കെ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇമെയിലായിട്ടോ ബാക്കി പരിപാടിയൊക്കെ ആയിട്ട് ഈ PDF അയച്ചു തന്നാലും നല്ലത്, അല്ലെങ്കിൽ അയച്ചു തന്നില്ല നിൻ്റെ ലൈവിൽ തുറന്ന് കാണിച്ചാലും നല്ലത്. അല്ലെങ്കിൽ ഈ ഹാർഡ് കോപ്പി ഉണ്ടല്ലോ, ഇപ്പോൾ നിൻ്റെ ഈ സീല് വെച്ച ആ കവർ നീ കാണിച്ചു, അതിൻ്റെ മുകളിൽ ഒരു വാട്ടർമാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. ആ കവറിൻ്റെ മുകളിൽ തന്നെ ആ ലാബിനൊരു വാട്ടർമാർക്ക് ഉണ്ട്. ഫൈൻ, അതിൻ്റെ ലോഗോ പോലത്തെ ഒരു വാട്ടർമാർക്ക് ഉണ്ട്. ആ വാട്ടർമാർക്കുള്ള കവറിനകത്ത് വാട്ടർമാർക്കുള്ള പേജിൽ രേഖപ്പെടുത്തി നിൻ്റെ റിസൾട്ടാണ് കാണേണ്ടത്. ഫൈൻ,
അതാണ് നീ കാണിക്കേണ്ടത്, അതാണ് കാണേണ്ടത്. അത് നീ കാണിക്കണം. എനിക്ക് പേഴ്സണലി ഇത് കാണാൻ താല്പര്യമുണ്ട്. ഓക്കെ. പിന്നെ പറഞ്ഞാൽ ഞാൻ യൂറിൻ ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. യൂറിൻ ടെസ്റ്റിൽ 2 ആഴ്ച 3 ആഴ്ച വരെയുള്ളത് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അതിന് സമയമെടുക്കും, ഇനിയും സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ലാഗാവും. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് തെളിയിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂറിൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ, നിങ്ങൾ പറയുന്ന രീതിക്ക് ഏതൊക്കെ ടെസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ പോയിട്ട് എടുക്കാം. ഓക്കെ. ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ, അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അങ്ങനെ മൂത്രത്തിൻ്റെ ടെസ്റ്റ് അല്ലാതെ അതിൻ്റെ മുകളിൽ എന്ത് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിലും ഞാനോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സോ ചാറ്റിൽ കമൻ്റ് ഇടുന്നവരോ ഒന്ന് കമൻ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടാലോ ഒന്നും നടക്കൂല. അത് കേസായി. അത് ഇവിടുത്തെ പോലീസും എക്സൈസും നെർക്കോട്ടിക്സും അവർ ചെയ്യേണ്ട പരിപാടിയാണ്. ഓക്കെ. അത് നമ്മളെ കയ്യിലിരിക്കുന്ന പണിയല്ല. ഈ മുടിയെടുക്കലും നഖെടുക്കലും ഫൈൻ, ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യലൊക്കെ അത് അവർ ചെയ്യണം. അതിനാദ്യം കേസ് വേണം. കേസാവട്ടെ. അപ്പോൾ അവർ ചെയ്യുമില്ല നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ സിസ്റ്റം ഭയങ്കര ലാഗ് ആയതുകൊണ്ട് ഇതൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കും, ഇത് സിസ്റ്റത്തിനെ വെല്ലുവിളിച്ച പരിപാടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ. അപ്പോൾ നീ ഞങ്ങളോട് ആരോടും നിൻ്റെ ബ്ലഡോ മുടിയോ ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ചോദിക്കാനോ പറയാനോ വരണ്ട. നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ സാധാരണക്കാരുടെ കേസാവട്ടെ. കേസാവുമ്പോൾ അത് ഇവിടുത്തെ പോലീസുകാരൻ തന്നെ നോക്കിക്കോളും. സാധാരണ 2 ഇതാ വരുത്ത്. 2 എണ്ണാന്ന് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ടെസ്റ്റുകളാണ് വരുത്ത്. 6 പാനലും പിന്നെ 12 പാനലും എന്തോ. 12 പാനലിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തെളിയുക. അല്ലെങ്കിൽ 6 പാനൽ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ. ഇപ്പം നിക്കോട്ടിൻ, എന്താണ് മെത്താംഫെറ്റമിൻ, ഈ പറഞ്ഞ പോലെ കുറേ എന്തൊക്കെ വേറെ എന്തൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 6 എണ്ണം മാത്രമേ ഇതിൽ കൊള്ളത്തുള്ളൂ. ഈ 6 പാനലിൽ എടുത്തു കഴിഞ്ഞാൽ 12 പാനലിൽ എടുത്താൽ 12 എണ്ണത്തിൻ്റെ മനസ്സിലാവും. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 12 എണ്ണത്തിൻ്റെയാണ്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു സംഭവം എൻ്റെ പേരിൽ അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്, മനസ്സിലായി. അല്ലാണ്ട് മറ്റേ കുന്നിൻ്റെയും മലൻ്റെയും പോയിൽ എന്തൊക്കെയോ ബായി തോന്നിയും പറഞ്ഞ ഒരു മസാല ഇതും അടിച്ചിറക്കിയിട്ട് പിന്നെ കുന്നിൻ്റെയും മലൻ്റെയും മുകളിൽ പോയിട്ട് ഒളിച്ച് നിന്നിട്ട് ഉള്ള പരിപാടി ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേരിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തെളിയിക്കാൻ തന്നെ ചെയ്യും. അതുപോലെ വന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയാലും കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ വന്ന് ഒന്ന് തെളിയിക്കാൻ നോക്ക്. ലൊക്കേഷൻ മാത്രമേ ഒന്ന് മറച്ചു പിടിക്കുന്നത്. ഇത് മറ്റേ ഇതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോൺ മറച്ചു പിടിച്ചാലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയാലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. എന്താ സോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, സമയങ്ങൾ 18/6 സമയങ്ങൾ, കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൽ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ നാഷണൽ അക്കാഡമിഷ്യൻ ബോർഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിൽ ഉള്ളത്, മനസ്സിലാ. ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഇതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആയിരിക്കും വേണമെങ്കിൽ അയച്ചു തരാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതാ ഡേറ്റും ഇതൊക്കെ കണ്ടല്ലോ. ഇതാ എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. ഇതാ വയസ്സ് 25, സെൽഫ് ഇതാ. ഓക്കെ. ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഷമീറേ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കവർ ഉണ്ടല്ലോ, ഒരു എൻവലപ്പ്. ആ എൻവലപ്പിനകത്താണ് ഹാർഡ് കോപ്പി. ഓക്കെ. ആ ലാബിൽ നിന്ന് നിൻ്റെ കയ്യിൽ ലാബുകാർ തന്ന ഹാർഡ് കോപ്പി. എന്നോടൊരു ടെസ്റ്റ് റിസൾട്ട് പുറത്തു കൊടുന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ഹാർഡ് കോപ്പി ആണ് എടുത്ത് കാണിക്കുക. കാരണം ദാറ്റ് ഈസ് ദ പ്രൂഫ്. അല്ലാതെ ഞാൻ കോപ്പി എടുത്ത ഒരു ഹാർഡ് കോപ്പിയിൽ നിന്ന് വീണ്ടും ഞാൻ തന്നെ കോപ്പി എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്താ? തലയ്ക്ക് നൊസ്സാണ് എനിക്ക്. അതുപോലെ എനിക്ക് എന്നോട് ചോദിക്കണം, എനിക്ക് തലയ്ക്ക് ഭ്രാന്താ. ആ ചെക്ക ആ ഹാർഡ് കോപ്പി കണക്ക് ഇട്ട് തന്ന ആ സാധനം ഉണ്ടല്ലോ ലിയോ ലാബ്സിൻ്റെ, അത് തുറന്ന് അതിനകത്ത് വാട്ടർമാർക്കുള്ളത് ആ ഒറിജിനൽ സാധനം, ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റേ പുഴുങ്ങിയ കോപ്പി കാണിക്കണം. മണ്ടനല്ല, അതിബുദ്ധിമാനെ. നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അവൻ്റെ പിന്നാലെ പോയത്. ഓക്കെ. എന്നിട്ട് ഇവൻ അയച്ചു തരാമെന്ന് പറയുന്നത് ഈ കോപ്പിയാണ്. കോപ്പി കയ്യിൽ വെച്ചാൽ മതി. അണക്ക് അയച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഹാർഡ് കോപ്പി, ആ കവറിനകത്തുള്ള ഒറിജിനൽ സാധനം വിത്ത് വാട്ടർമാർക്ക്, ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന അവിടുന്ന് അയച്ച സാധനം വിത്ത് പാസ്വേഡ് അയച്ചതാ, കയറി നോക്കട്ടെ. അതിൽ തിരുത്താൻ പറ്റില്ല. വാട്സാപ്പ് ആ സാധനം നമുക്ക് നേരെ പാസ്വേഡ് അടിച്ച് കയറുക, കാണുക,
പിന്നെ അത് കളയുക, അത്രേ ഉള്ളൂ. വേറെ പരിപാടി ഒന്നും അതിൽ നടക്കില്ല. ഈ ലൈവായിട്ട് എൻ്റെ ലൈവിൽ ഈ ലാബിൻ്റെ നമ്പറിൽ നിന്ന് വന്ന നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിനകത്തുള്ള PDF ഫയൽ ഓപ്പൺ ആക്കുക. ഞാൻ കിട്ടിയില്ലെങ്കിൽ ലാബിനോട് ചോദിക്കുക, ഒരാഴ്ച വരും. ഒരാഴ്ച തരുമൊന്നുമില്ല ഇനി എനിക്ക്, ഒരാൾക്കുള്ള പണി വേറെ വെച്ചിട്ടുണ്ട്. ഈ ലാബിൽ നിന്ന് ഈ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുക, എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അടിക്കുക. ഞാൻ അണക്ക് എൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നോട് ചോദിച്ചാൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് അടയ്ക്കുക. എന്നിട്ട് ഈ അത് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഓപ്പൺ ആവും. ആ സാധനം ഈ ഒന്ന് ലൈവിൽ കാണിക്കുക. അല്ലെങ്കിൽ ഹാർഡ് കോപ്പി തന്നെ തുറന്ന് കാണിച്ചോ, അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കുള്ള സാധനം കവറിനകത്തുള്ളത് എനിക്ക് തുറന്ന് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തുറന്ന് കാണിക്കുക, വിത്ത് വാട്ടർമാർക്ക് ആ സാധനം കാണിക്കുക. അപ്പം വിശ്വസിക്കും. ഇനി ഇത് വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം, ഇവൻ ഈ ലാബിൻ്റെ പേര് ലാബ് ഹൈലി ക്രെഡിബിൾ ആണ്, ലാബ് ഓതറൈസ്ഡ് ആണ്, ലാബുകാരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ എന്താ പറയുക, ഇവരുടെയൊക്കെ ഒരു ക്രൂക്കഡ് ബുദ്ധി ഉണ്ട് ഇവന്മാരത്. ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല, കുട്ടികൾ വ്യൂവേഴ്സാണ്, ഇവരെയൊക്കെ പറ്റിക്കാം. അല്ലെങ്കിൽ ഇവരെ മുന്നിൽ വന്ന് എടാ തൊപ്പി വന്ന് പറഞ്ഞത് AI ആണ്. ഈ എൻ്റെ സ്വന്തം റിസൾട്ടാണ് ഈ വന്നിരുന്നിട്ട് ആളെ മറ്റേതാക്കാൻ വേണ്ടി കാണിക്കുന്നത്. ഷമീറേ, ഇനി ഞാൻ എനിക്കൊരു വോയിസ് ഇവിടെ കേൾപ്പിക്കാം. ഇത് ഈയും കേൾക്കണം, വ്യൂവേഴ്സും കേൾക്കണം. ഓക്കെ, ഈ വോയിസിനകത്ത് സംസാരിക്കുന്നത് ഈ ലാബുമായിട്ട് ബന്ധപ്പെട്ട ആ ലാബിലെ ഒരു ഹയർ ഉദ്യോഗസ്ഥനാണ്. ഫൈൻ. എനിക്ക് ഈ പറഞ്ഞ മിസ്മാച്ച് ആദ്യം മനസ്സിലായപ്പോൾ ഞാനിതിൻ്റെ പിന്നാലെ പോയി. ഓക്കെ, അവിടുന്ന് വന്ന റിസൾട്ട് അല്ല ഇവൻ കാണിച്ചത് എന്നുള്ളത് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ ആ ലാബുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു മെയിൻ വ്യക്തിയെ വിളിച്ച് സംസാരിച്ചതിൻ്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടോ. ഹലോ ഹലോ, പറയൂ സർ. ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ ഓക്കെ, ഞാൻ ഈ ലിയോ ലാബ്സിൻ്റെ ഒരു കണ്ണൂർ, നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? അതെ സർ, അതെ. ഓക്കെ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഷമീർ ഇല്ലേ, ഷമീറിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ, ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവനത് ചെയ്യുമ്പോൾ അല്ല, അത് മറ്റേ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി ചെയ്തോളൂ. നിങ്ങൾ ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ ഇട്ടെ? എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി അശക്തനാണ്, മനസ്സിലായി. അതിന് അശക്തനാണ് സംസാരിക്കാൻ. നോ വരീസ്, എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, നമുക്കിത് കേസായോന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ലാബിലെ ടോപ്പ് മാനേജ്മെന്റ്, അതായത് ഈ ലാബിന്റെ ഓണേഴ്സ് അടക്കമുള്ള ഇവരുടെ ഒരു MD ബോർഡ് കാണുമല്ലോ, അവരെന്താണെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഷമീറ പറയുന്നത്. സോ ദാറ്റ് ഷോസ് ഈ പബ്ലിക്കിൽ കാണിച്ച ഈ ഒരു പ്രൂഫ്, അതായത് ഒറിജിനൽ ഹാർഡ് കോപ്പിയിൽ നിന്ന് കോപ്പി എടുത്തു എന്ന് പറയപ്പെടുന്ന ഈ സാധനം, ഈ അടുത്ത വീഡിയോയിൽ ഞാനത് പ്ലേ ചെയ്യും. ഈ സാധനം ഈ കാണിച്ചിട്ട് ഇതിലെല്ലാം നെഗറ്റീവ് എന്ന് വായിക്കുന്നുണ്ട് എൻ്റെ റിസൾട്ട്. അതിൽ ഒരു റിസൾട്ട് എൻ്റെ അത് നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവാണ് കാണിച്ചത്. ഈ എന്താ ചെയ്തേ, PDF കോപ്പി വരുന്നതിൽ വാട്ടർമാർക്ക് കാണില്ല. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അത് ഡൗൺലോഡ് ചെയ്തിട്ടോ അത് നമുക്ക് നെറ്റിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് വിടാൻ ഇഷ്ടംപോലെ ബിരുദന്മാരുണ്ട്. അതെന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർമാർക്ക് ഇല്ലാത്ത സാധനമാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, അത് നൈസായിട്ട് കോപ്പി ആയിട്ട് എടുത്ത് വയ്ക്കാം. ഹാർഡ് കോപ്പി പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് കിട്ടിയ ഹാർഡ് കോപ്പി വിത്ത് വാട്ടർമാർക്ക് പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. എടാ, ഇത് പുറത്ത് വിടുമ്പോൾ ഈ ലാബുകാർ മണ്ടന്മാരാണോ? അവരിത് കാണുന്നില്ലേ? അവർക്ക് ചെയ്യുന്ന ജോലിയോടും അവരുടെ സ്ഥാപനത്തിനോടും അവർക്കൊരു കൂറില്ലേ? അവർ നാളെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരല്ലേ ആ ലാബുകാർ? വർഷങ്ങളായിട്ടുള്ള ലാബാ. ആ ലാബുകാർക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവരിത് കാണുമ്പോൾ ചെയ്ത തൊഴിലിൽ വേറൊരുത്തം കൊടുന്നിട്ട് കള്ളത്തരം കാണിക്കുമ്പോൾ അവരതിന് കൂട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അവരത് ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നീ പുറത്ത് കാണിച്ച ഈ ലാബ് റിസൾട്ട് എന്ന് പറഞ്ഞ സാധനം അവർ തന്നതല്ല നിനക്ക്, അതിൽ നീ എഡിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഈ ലാബ് ഇപ്പം ഈ പറഞ്ഞ കേസിന് പോയി അല്ലെങ്കിൽ കേസിന് പോകുമെന്ന് പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ എനിക്കെതിരെ കേസ് കൊടുത്തോളാം, ഡിഫമേഷൻ കേസ് കൊടുത്തോ ധൈര്യമായിട്ട്. അപ്പോൾ ഇതിൽ അന്വേഷണം വരുമല്ലോ. അപ്പോൾ ഈ ലാബ് റിസൾട്ട് പോലീസുകാർ ലാബിൽ നിന്ന് എടുക്കും. അപ്പം നീ പുറത്ത് കാണിച്ചതും ഒറിജിനൽ ലാബ് റിസൾട്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമുക്കറിയാമല്ലോ. കാരണം ഈ ലാബിനൊരു പ്രശ്നമുണ്ട്. ലാബിൽ ഉള്ള തൊഴിലാളികൾക്കോ നീ വേണം അതിൻ്റെ മുതലാളിക്കാണെങ്കിൽ പോലും ലാബ് എത്തിക്സ് വെച്ചിട്ട് അവർക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്തത് പോലും കൺസേൺഡ് പേഴ്സൺ അയാൾക്ക് കൊടുക്കാന്നല്ലാതെ വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, പുറത്ത് വിടാനും പറ്റില്ല. ഫൈൻ, ഞാനാ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് തരാൻ അവർക്ക് വകുപ്പുള്ളൂ, വേറെ എവിടെയായിരിക്കും കൊടുക്കാൻ പറ്റില്ല. പിന്നെ പറ്റും ഇത് കേസായാൽ ലാബുകാരെന്താണെങ്കിലും പോകും. ഓക്കെ, ഈ ഒളിവിലാണല്ലോ, പിന്നെ കണ്ണൂരിനെ ഒരു കൊടുത്തോട്ടെ. ഏത് ലാബുകാർ അവിടെ ആയതുകൊണ്ട് പിന്നെ പാവങ്ങൾ അവിടെ കൊടുക്കും. ഈ എവിടെയാണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് വിഷയമല്ല. ഫൈൻ. പിന്നെ ഇനി അണക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും ഇന്ത്യയിൽ ഈ ഒരു വോയിസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അല്ല കുട്ടാ, ഈ ഇതിനൊരു കൗണ്ടറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിത്ത് ചാറ്റ് സ്ക്രീൻസ് അടക്കം ഞാനിതിൽ വളരെ വ്യക്തമായിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ ഇനിയിരിക്കുന്നുണ്ട്. ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഫൈൻ. അല്ലെങ്കിൽ വളരെ വെടിപ്പായിട്ട് എന്താണ് ആ റിപ്പോർട്ടിലുള്ളത് അത് വളരെ മാന്യമായി കാണിച്ചിട്ട് എനിക്കിങ്ങനെ ഇത്ര മാസം മുമ്പ് ഇത്ര ദിവസം മുമ്പ് ഞാനിത് ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴാണ് ഒഴിവാക്കിയത് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് മാന്യമായിട്ട് പോവാം. ഇത് അതിനു പകരം നാട്ടുകാരെ പൊട്ടന്മാരാക്കാനും വേണമെങ്കിൽ സീക്രട്ട് ഏജൻറ്റിന് ഇതൊക്കെ അയച്ചു കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി സ്വയം ഉണ്ടാക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. മനസ്സിലായില്ലേ? എനിക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ എനിക്കൊരു സാധനം കാണിച്ചു തരാം, അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് അരിയാക്കിക്കോ, സീക്രട്ട് ഏജൻറ്റ് വന്ന് നോക്കിക്കോ എന്ന് പറയുമ്പോൾ മോനെ കുറച്ച് കാലം ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ടേ എനിക്കിപ്പോൾ അത് അവിടെ വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ വന്ന് നോക്കും. ഈനെ വിളിക്കുകയാണെങ്കിൽ ഞാനത് വന്ന് കാണും ഡെഫിനറ്റ്ലി. നീ കാണിച്ചില്ലെങ്കിലും ഈനെ വിളിച്ചില്ലെങ്കിലും ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചാലടക്കം അതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി അതിന് പിന്നാലെ പോവാൻ ഈ പണി ഞാൻ കുറച്ച് കാലം എടുക്കുന്നതിൻ്റെ ബാക്കപ്പ് മതി എനിക്ക്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഷമീർ മനസ്സിലാക്കിക്കോ. ബാക്കി ഷമീറിൻ്റെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൽ ഷമീർ എല്ലാം നെഗറ്റീവാണ് പറയുന്നത്, അതിൽ പോസിറ്റീവ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത് മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ടെസ്റ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് പേജ്, ഇതിൻ്റെ അപ്പുറത്തൊരു പേജും ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും, അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല, ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമൈൻ MET രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനുളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണ ഞാൻ വായിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 എണ്ണ ഞാൻ ഇപ്പം വായിച്ചുള്ളൂ. ഒന്ന് ഇപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ഞാൻ ലൊക്കേഷൻ മാത്രം ഒന്ന് മറിച്ച് പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഇതാ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റ്റസി MDMA അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇനി എന്താണോ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ തെളിയിക്കേണ്ടതല്ല, ഇത് മൂപ്പരാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കേണ്ടതാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്ത ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ പാഷൻ സ്ട്രീമിംഗ് ആണ്, എൻ്റെ പാഷൻ, ഇതൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോയി സ്ട്രീമിംഗ് എൻ്റെ പാഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അതിനൊന്നും എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ലടാ. അതൊക്കെ നല്ല കാര്യമാണ്, ചെയ്തോ, ഒരു വിഷയമില്ല. പക്ഷെ മാരകമായ ലഹരിയുടെ ഉപയോഗം പരിപാടികൾ അത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ വന്നിരുന്നിട്ട് ഒരു ലാബ് റിസൾട്ട് അടപടലം ഫേക്ക് കാണിച്ചാൽ അത് കുറച്ച് വിഷയമാണല്ലോ, മനസ്സിലായോ? അത് എനിക്ക് പേഴ്സണലി ഞാൻ ഇതിനൊക്കെ എതിര് നിൽക്കുന്നൊരു മനുഷ്യനായതുകൊണ്ട് അത് സീനാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പല സ്ഥലങ്ങളിലും എൻ്റെ പേര് നല്ല രീതിയിൽ അങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടല്ലോ, അതുകൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത് എനിക്കത് കുറച്ച് സീനായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയത്. അപ്പോൾ നമ്മൾ ഷെമീർ കാണിച്ച സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾ നോക്കുക. ഇത് ഞാൻ കുറച്ചും കൂടി ഇവൻ്റെ ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് ഇവൻ തന്നെയല്ലേ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് സെറ്റാക്കി. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. ഓക്കെ, ഇതിലേറ്റവും അവസാനത്തിലുള്ള ആ ഒരു സംഗതി. അപ്പോൾ അതെന്താണെന്നുള്ളതാവും ഇപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ടത് വായിച്ച് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ടെട്രാ ഹൈഡ്രോ കനോബിയൽ, ഓക്കെ, കനാബിനോൾ, ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. ഇത് പോസിറ്റീവാണ്. ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. അത് ഞങ്ങൾക്ക് ആ ടാസ്ക് തന്നു. ഓക്കെ, ഞാനത് വീഡിയോയിൽ പറയുന്നില്ല. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നുള്ള സംഗതി എന്താണെന്നുള്ളത് ഗൂഗിളിൽ എടുക്കുക. എല്ലാവരും ഗൂഗിളിൽ അടിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാട്ടോ, കാണുന്നവർ പഠിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അങ്ങനെ അതെടുത്ത് നോക്കുക. അപ്പോൾ അത് പോസിറ്റീവാണെന്നുള്ളതാണ് നിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ ഒറിജിനൽ ലാബ് റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആസ് പെർ മൈ ഇൻഫർമേഷനാണ് ഞാൻ എങ്ങോട്ട് വിളിച്ചത്, ഈ പറഞ്ഞ ലാബിലോട്ട് കോൾ ചെയ്തത്. ഓക്കെ, ആ കോൾ ചെയ്തതിൻ്റെ കോൾ റെക്കോർഡിംഗ് ആണ് ഞാൻ നേരത്തെ വെച്ചത്. ഇപ്പം ഞാൻ വിളിക്കുന്ന സമയത്ത് ഇവർക്ക് ഷെമീറിനെ അറിയില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവരിനോട് എന്താ ചോദിക്കുക, അയ്യോ ഷെമീർ ആരാന്ന് ചോദിക്കും. ആ വ്യക്തി എന്നോട് അത് ചോദിച്ചില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഡീറ്റെയിൽസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചതിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ആ റിസൾട്ടിൽ അവൻ കാണിച്ച റിസൾട്ട് ഫേക്കാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്താ പറഞ്ഞേ, സമൂഹത്തിന് ഇതേപോലെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ അത് അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. അവരത് ഹയർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്, അവർ ഡെഫിനറ്റ്ലി കേസായിട്ട് പോകും. ഞാൻ ഈ വ്യക്തി ആകെ ഒരു കോളേ വിളിച്ചു. ആ കോളിൽ തന്നെ അയാളെല്ലാം പറഞ്ഞു. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് നീ വീഡിയോ ഇട്ട അന്ന് തന്നെ ആ ലാബുകാർക്ക് ഇത് സംഗതി മനസ്സിലായിട്ടുണ്ട്. അവരെ ലാബിൽ നിന്ന് പോയ റിസൾട്ട് ഫേക്ക് ചെയ്തിട്ടാണ് നീ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈവൻ നിൻ്റെ അന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലടക്കം ആ ലാബിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ആ കമൻറ്റ് തൂക്കി. എങ്ങനെ? കൂടുതൽ ഡീറ്റെയിൽസുകളിലേക്ക് ഞാൻ വേണമെങ്കിൽ പോവാം. പക്ഷേ ഷെമീറിൻ്റെ വേർഷൻ എന്താ ഇതിൽ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, PDF ഫയലിൽ ഡെഫിനറ്റ്ലി എന്തില്ല, വാട്ടർമാർക്കില്ല. വാട്ടർമാർക്ക് ഇല്ലാത്തൊരു PDF ഫയലാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. വാട്ടർമാർക്ക് ഉള്ള ഒരു ഫയൽ, ഒരു റിപ്പോർട്ട്, എനിക്ക് വേറൊരു റിപ്പോർട്ട് ഇവിടെ എടുത്ത് വെച്ച് നമുക്ക് വേറെ ആളെ റിപ്പോർട്ട് എടുത്ത് വെച്ച് കാണിക്കാൻ പറ്റില്ല. ഇവൻ ഈ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വെച്ച് കാണിച്ചുകൊണ്ടാണ് ആ സാധനം എടുത്ത് നമ്മൾ കാണിക്കുന്നത്. ഈ സംഗതി റിപ്പോർട്ടിൽ വാട്ടർമാർക്ക്, അത് ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞ സാധനം തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ലാബിൽ നിന്ന് കിട്ടിയൊരു സാധനം ഹാർഡ് കോപ്പി ഇവനിത് ഫോട്ടോസ്റ്റാറ്റോ അല്ലെങ്കിൽ ഇത് പെന്ന് മറ്റേ മാർക്കർ വെച്ചിട്ട് മായ്ച്ചിട്ട് അതിൻ്റെ മുകളിൽ പോസിറ്റീവുള്ളത് നെഗറ്റീവായിട്ടൊന്നും എഴുതി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ സാധനം എന്താ, PDF ഡൗൺലോഡ് ചെയ്തിട്ട് വാട്ടർമാർക്ക് ഇല്ലാത്ത PDF എഡിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആക്കാം. അത് കോപ്പി ആയിട്ട് കയ്യിലും വെക്കാം. ഒരു ഹാർഡ് കോപ്പി അവിടെ നിന്ന് കിട്ടിയത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് കോപ്പി ഞാനൊരു കോപ്പി എടുത്ത്, ഈ കോപ്പി വന്നത് PDF എന്നാ.
അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. ഹാർഡ് കോപ്പി പുറത്ത് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കി, മനസ്സിലായില്ല? അത് കാണിക്കണേ. അതിൽ ഞാൻ ഈ പറഞ്ഞ സാധനത്തിൻ്റെ റിസൾട്ട് ഈ കാണിക്കണം, മനസ്സിലായില്ലേ? ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ, അതിൻ്റെ റിസൾട്ട് ഈ കാണിക്കണം. ഓക്കെ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് മകൻ കാണിച്ചേ പറ്റൂ. ഞാൻ BMW വാങ്ങുന്നതോ ഞാൻ ബെൻസ് വാങ്ങുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. സംഗതി രക്ഷപ്പെടാനാണെങ്കിലോ തുപ്പീനെ വെല്ലുവിളിക്കാനാണെങ്കിലോ ഫോർ വാട്ട് എവർ റീസൺ ഇതുപോലെ വന്നിരുന്ന് ടെസ്റ്റ് നടത്തി അതിലെ റിസൾട്ട് ഇതുപോലെ ആളുകൾക്ക് എഡിറ്റ് ചെയ്ത് ഫേക്കായി ഇത് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറെ, ദാറ്റ് ഈസ് അൺആക്സെപ്റ്റബിൾ. പറയല്ലോ. അപ്പോൾ ഇനി ഷമീറിൻ്റെ കയ്യിലാണ്. ഷമീർ ഇതിന് കൃത്യമായൊരു മറുപടി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ലാബ് റിസൾട്ടിൻ്റെ ഒരു പിന്നാമ്പുറം ഇവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷമീർ. ഓക്കെ, ഈ പിന്നാമ്പുറം കാണിച്ച സമയത്ത് ഇതിനകത്ത് റിസൾട്ട് നെഗറ്റീവ്, ബയോളജിക്കൽ റെഫറൻസ് ഇൻ്റർവെൽ ഈസ് നെഗറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് എൻ്റെ സംശയം ഇവർ 1-2 ആൾക്കാരാണല്ലോ ചെന്നേ. ആ ചെന്നതിൽ ആരുടെയെങ്കിലുമൊക്കെ അടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് നെഗറ്റീവ് എന്ന് എഴുതി വെച്ചതാണോ എന്നുള്ളതിന് ഞാൻ സംശയിക്കുന്നു. ഇതിൻ്റെ ബാക്ക് പേജ്. ഫ്രണ്ട് പേജ് എഗെയിൻ ഞാൻ പറയുന്നു, ടെട്രാ ഹൈഡ്രോ കെനോബിനോൾസ്, ഓക്കെ, കനാബിനോൾസ് എന്ന് പറഞ്ഞ സാധനം, THC. ഈ സാധനം ഇത് നീ മകനെ ഒന്ന് ഹാർഡ് കോപ്പിയിൽ എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരിക്കും. ഓക്കെ, ഹാർഡ് കോപ്പി, ഷമീർ എന്ന് എഴുതിയ ഹാർഡ് കോപ്പിക്കകത്ത് വാട്ടർമാർക്കുള്ള ഈ പെർട്ടിക്കുലർ ലാബിൽ ആ നിനക്ക് കവറിലിട്ട് തന്ന ആ ഹാർഡ് കോപ്പിക്കകത്ത് നിൻ്റെ റിസൾട്ട്സ് എന്താണെന്നുള്ളത് നീ ഒന്ന് കാണിച്ചു. അത് നീ നിൻ്റെ ഷമീർ എന്നുള്ള പേര് കാണിക്കണം, എല്ലാം കാണിക്കണം. ഒന്നിങ്ങനെ പൊത്തി വെച്ചും മാന്തി വെച്ചും കാണിക്കരുത്. കാരണം നാളെ നീ ഈ ഹാർഡ് കോപ്പി തുറന്ന് നിൻ്റെ ഒപ്പം വന്ന് ഏതെങ്കിലും ഒരുത്തൻ്റെ പൊത്തി വെച്ച് കാണിച്ചാലും നമ്മൾ കൊടുക്കും. അതല്ല, ഫുൾ സാധനം കാണിക്കണം. ഒളിവിലല്ലേ, പ്രശ്നമൊന്നുമില്ല. കണ്ണൂർ ലാബാന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഒളിവിലുള്ളവൻ കണ്ണൂർ വന്ന് പോയി എന്നുണ്ടിരുന്നോട്ടെ. കാണിക്കാൻ പറ്റിയാൽ ഷമീർ കാണിക്ക്. ഓക്കെ, അപ്പം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, ഷമീറിനോട് ഇനിയും കുറച്ച് ചോദ്യങ്ങളായിട്ട് വരാം. അതല്ല നല്ലത്, അതാണ് നല്ലത്. ഓക്കെ, ഒന്നുകൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണാം. ഹായ് ഗൈസ്, എൻ്റെ ഒരു മുനവർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്കെതിരെ ഒരു അലിഗേഷൻ കുറച്ച് ദിവസം മുമ്പ്, ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ 17-ാം തീയതി ഒരു റീലായിട്ട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി ഒരു 11 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു എൻ്റെ അറിവും സംഭവത്തോടു കൂടി ഒരു പെൺകുട്ടിക്ക് അബോർഷൻ 50,000 രൂപ കൊടുത്തു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നും എൻ്റെ അറിവിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായത്. അപ്പോൾ ഇത് തികച്ചും എന്താ പറയുക, തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞാൻ അതിനെതിരെ ഒരു ഡിഫോമേഷൻ കേസ് തന്നെ ഇവിടെ സൈബറിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിക്ക്, എനിക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, ഇതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളിപ്പോൾ എന്നോട് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഇല്ലാത്തതാണെന്ന് എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ട് ഞാനിത് പറയുന്നത്. യാതൊരു തെളിവുകളും ഇല്ലാത്ത ഇത്തരം ഫേക്ക് അലിഗേഷൻസുമായിട്ട് ഇനി ആരെങ്കിലും വരികയാണെങ്കിലും എന്തെങ്കിലും വീഡിയോസ് വരികയാണെങ്കിലും തീർച്ചയായും ഞാൻ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഇതിൻ്റെ ഇപ്പോൾ നടക്കുന്ന കേസിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മുനവറിൻ്റെ കാര്യം. എനിക്ക് കുറേ പേര് എൻ്റെ കാസറ്റ് ഹക്കീം ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് മുനവർ കൊണ്ടുപോയിട്ട് ഒരു പെൺകുട്ടിക്ക് പൈസ കൊടുത്തിട്ട് തൊപ്പിയുടെ ഗർഭം ഒതുക്കി തീർക്കാൻ വേണ്ടി കൂട്ടു നിന്നു എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറേ പേര് അയച്ചിട്ട്, ഇപ്പോൾ കണ്ടോ, നീ വിശ്വസിക്കുന്ന നിൻ്റെ മുനവർ, നീ ഇഷ്ടപ്പെടുന്ന നിൻ്റെ കൂട്ടുകാരൻ, നിൻ്റെ എന്താ പറയുക വിശ്വസ്തനായ മുനവർ, അവനാണ് ഇത് ഒതുക്കി തീർത്തതെന്നൊക്കെ പറഞ്ഞു. മുനവർ തന്നെ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. മുനവർ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു, മുനവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല. റാംബോ കൊടുത്ത വേർഷനൊക്കെ എനിക്കറിയാം, അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലാതെ മുനവറിൻ്റെ പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, മുനവർ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് എനിക്ക് അറിയില്ല. ഇവൻ ഹക്കീമിനോട് ചോദിച്ചപ്പോഴും ഹക്കീമിന് ഇൻഫർമേഷൻ പാസ് ചെയ്ത ഒരാളാണ്. ഡയറക്റ്റ് ആ വിക്റ്റിമല്ല സംസാരിച്ചെന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുനവർ പൈസ കൊടുത്തു അല്ലെങ്കിൽ മുനവർ അങ്ങോട്ട് ഒതുക്കി, ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. മുനവർ വന്നിട്ട് ഇതിന് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. മുനവർ അതിൻ്റെ കാര്യങ്ങൾ
മുനവറിൻ്റെ വഴിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുനവറിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് ആരും ഓടി വരാൻ നിൽക്കണ്ട. സ്റ്റിൽ ഞാൻ പറയുന്നു, ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ക്രെഡിബിളായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തനായിട്ടും തോന്നുന്നത് മുനവർ മാത്രമാണ്. അല്ലാതെ ഒരുത്തനും എനിക്കൊരു വിശ്വാസമില്ല ആ കൂട്ടത്തിൽ. ഓക്കെ, മുനവർ ആ നിന്ന സമയത്ത് മുനവറിന് അറിയാൻ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ അതൊന്നും അവൻ പറയില്ല. അവൻ അങ്ങനെയാണ്, അവൻ ഭയങ്കര അങ്ങനത്തെ മനുഷ്യനാണ്. അവൻ അവൻ്റെ പരിപാടികളായിട്ട് അവൻ്റെ ലൈഫായിട്ട് പോട്ടെ. ഓക്കെ, ഇനി എന്താ, ഇനി ഒളിവിൽ ഷെമീർ പറയൂ ബാക്കി കാര്യങ്ങൾ. ഷെമീർ ഇങ്ങനെ പറയുമ്പോഴാണല്ലോ എനിക്ക് കൊടുത്ത BMW ഷോറൂമിൽ ബാക്കി അഡ്വാൻസ് കൊടുത്ത് ബാക്കി കൊടുക്കണ്ടോ, ലോണൊന്നും എടുക്കാൻ വയ്യ, EMI അടയ്ക്കാൻ പറ്റൂല, ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് റെഡി പൈസക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബ്രാൻഡ് മാറ്റാനും താല്പര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BM ഇല്ലെങ്കിൽ റേഞ്ച് റോവർ ആവാനും താല്പര്യമുണ്ട് എനിക്ക്. അപ്പോൾ ശരിയടാ, അപ്പോൾ ഞാൻ അരി തിന്ന് ജീവിക്കാം, നിങ്ങൾ ഒക്കെ ജീവിച്ചോ.